ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കോളേജിൽ പോകട്ടോ. എൻ്റെ മുഖം കണ്ടാരും പേടിക്കണ്ട, എൻ്റെ മുടി കണ്ടിട്ട് എൻ്റെ മൂടേ പോയിട്ടുണ്ടായിരുന്നു. കണ്ടാൽ മനസ്സിലാവും വണ്ടി പോയി അണ്ണനെ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം അതൊന്നും അല്ല കേട്ടോ. 9 മണിക്ക് മുമ്പ് കോളേജിലെത്തണം, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ ആ ഗേറ്റ് അങ്ങ് കൂട്ടിക്കളയും. എത്ര സ്നേഹമുള്ള പ്രിൻസിപ്പളാന്ന് അറിയാം. നമുക്ക് എന്തൊക്കെയായാലും നമുക്ക് മെയിൻ അറ്റൻഡൻസ് ആണല്ലോ, അതിന് തന്നെയാണല്ലോ നമ്മൾ കോളേജിൽ. പിന്നെ റൂമിലുള്ള ഒരു ഹെൽത്തി കുട്ടന്മാരായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മുട്ടയും പഴയൊക്കെ അടിച്ച് കയറ്റുണ്ടായിരുന്നു. പിന്നെ എന്നെ കണ്ടാരും പേടിക്കണ്ട കേട്ടോ. രാവിലെ എനിക്കുമ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കാരണം എൻ്റെ മുടി നേരെ നിൽക്കത്തില്ല, അങ്ങനെ വളഞ്ഞു കുളഞ്ഞൊക്കെ നിൽക്കത്തുള്ളൂ. നമ്മൾ കെട്ടി ഒതുക്കി വെക്കും. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ എല്ലാവരോടും ചോദിക്കുമായിരുന്നു, നിങ്ങളെല്ലാം എന്തിനാ ഈ ക്ലാസ്സിൽ പോകുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ആസ് യൂഷ്വൽ എന്തിന്, അറ്റൻഡൻസിന് വേണ്ടിയിട്ട് മാത്രം, എല്ലാവരും എന്തിനു പോകാനല്ലേ. എടാ ഞാൻ പിന്നെ എവിടെ തിരിഞ്ഞാലും ഓരോരുത്തരുടെ വായിൽ ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ ഈ പശുവൊക്കെ ഇങ്ങനെ ചവച്ചടക്കത്തില്ല, അതുപോലെ ഇങ്ങനെ ചവച്ചടക്കും. പശു എന്ന് പറഞ്ഞപ്പോഴാട്ടോ ഒരു കാര്യം ഓർമ്മ വന്നേ. ഈ ഒറ്റൊരുത്തൻ കാരണം അവിടെ എത്ര ബ്ലോക്ക് വരുത്തിച്ചു. അതുകൊണ്ട് എന്താ നമ്മുടെ ബസ് എന്നും ലേറ്റ് ആണ്. എന്തോ പറയണേക്കാ, കർണാടകക്കാരുടെ ഗോമാതാവാന്നൊക്കെ പറയുന്നേക്കാ. നമുക്ക് ഇല്ല എടുത്തില്ല. ബസ് ഇറങ്ങിയിട്ട് കുറെ നടക്കാനുണ്ട് കേട്ടോ കോളേജിലെത്തണമെങ്കിൽ. എടാ അപ്പോഴും നമ്മുടെ മൈൻഡിൽ അറ്റൻഡൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലേ നമ്മുടെ പ്രിൻസിക്കൂട്ടൻ ഗേറ്റ് അങ്ങ് അടച്ചു. എന്തായാലും എന്താ, നമ്മുടെ കോളേജിന്റെ മുന്നിൽ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷം മാത്രം. നമ്മുടെ കോളേജിന് മുന്നിൽ തന്നെ കേട്ടോ ഒരു ആൽഫ കോളേജ്, നിങ്ങൾക്ക് പലർക്കും അറിയാം. ആ കോളേജും ഈ ഒരു ബിൽഡിങ്ങിലും കുറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല, ക്ലാസ്സിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ പ്രിൻസിക്കൂട്ടന്റെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഡേ ആയിട്ട് കാണുന്നവരെ ബൈ.